ഒരു പാലത്തിന്റെ ദൈന്യ കഥ ഞാൻ പറഞ്ഞല്ലോ. അതായത് KSRTC സ്റ്റാൻഡിൽ നിന്ന് തേവള്ളിയിലേക്ക് പോകാൻ ഇറങ്ങി തിരിച്ചൊരു പാലം പകുതി വഴിയിൽ മുട്ടാതെ നിൽക്കുന്നു. അപ്പോൾ ഈ പാലം ഇന്നൊന്ന് മുട്ടിച്ചിട്ട് പോയാൽ മതി എനിക്ക് തോന്നി. കാരണം പ്രേക്ഷകരെ ഞാൻ ഒന്നുകൂടെ കാണിക്കാം. നോക്കിയാണ് ഒരു ആസൂത്രണമില്ലാതെ തുടങ്ങിയ ഒരു പാലം വെഷ്ടമുടിക്കായലിന്റെ നടുവിൽ വന്ന് അങ്ങനെ നിൽക്കുകയാണ്. കണ്ടില്ലേ? ആ പാലം തേവള്ളിയിലേക്ക് പോകാൻ വേണ്ടി ആൾക്കാരുടെ തിരക്ക്, യാത്രക്കാരുടെ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി KSRTC സ്റ്റാൻഡിന്റെ അവിടെ നിന്ന് തുടങ്ങിയ പാലമാണ്. എങ്ങും മുട്ടാതെ നിൽക്കാൻ പറഞ്ഞിട്ട് കുറേ കാലമായി. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഇത് വേറെ വിദേശത്തുള്ള വല്ല എഞ്ചിനീയർമാർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വലിയ നാണക്കേടാ. അതുകൊണ്ട് PA മുഹമ്മദ് റിയാസിനോട് നമുക്ക് പറയാനുള്ള കാര്യം, കൂടുതൽ ആളുകൾ ഈ കാര്യം അറിയുന്നതിന് മുമ്പ് ഈ പാലം അങ്ങ് മുട്ടിക്കണം. തേവള്ളി എങ്കിൽ തേവള്ളി, അപ്പുറത്ത് ഒരു ഹോട്ടലൊക്കെ ഉണ്ടാവും, വലിയ ഹോട്ടലുകാർക്കും സൗകര്യമാകും തോന്നി ഈ പാലം മുട്ടിച്ച. മാത്രമല്ല ഈ ഹോട്ടലുകാരുടെ കാര്യം കൊണ്ടല്ല ഞാനിത് പറയുന്നത്. എനിക്കൊന്ന് നമ്മുടെ ലീല ഹോട്ടലാണ് കൊല്ലത്തെ. എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മുടെ വികസന പദ്ധതികളൊക്കെ ആസൂത്രണമില്ലായ്മയിൽ മൂക്കുകുത്തി വീഴുന്നു എന്നൊരു തോന്നൽ ഇവിടെ വരുന്ന സന്ദർശകർക്ക് പോലും ഉണ്ടാകാൻ സാധ്യത കൊണ്ട് ഈ പറയുന്ന പാലം നമ്മുടെ ഈ ആസൂത്രണമില്ലായ്മയുടെ രക്തസാക്ഷിയായിട്ട് നിൽക്കുകയാണ്. ഈ പാലം മുട്ടിക്കണം, മുട്ടിച്ചേ തീരൂ. ഈ പാലം മുട്ടുന്നത് വരെ നമ്മൾ 24 മൈക്രോഫോണുമായി ഈ പാലത്തിന് ചുറ്റുമുണ്ടാകുമെന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. എന്തോ ഒരു നല്ല പാലമാണ്, നല്ല നല്ല കൺസ്ട്രക്ഷനൊക്കെ കേട്ടോ, സൂപ്പർ കൺസ്ട്രക്ഷനാണ്. പക്ഷേ ഈ പണ്ട് ഒരു കവിതയില്ലേ, അതായത് കുന്നിൽ തടഞ്ഞ പുഴ പോലെ കുഴങ്ങി മധ്യേ കന്നൽ വിഴി വിട്ട് നടന്നുമില്ല എന്ന് കവി പറഞ്ഞ പോലെ ഈ കുന്നിലല്ല കായലോളത്തിൽ തട്ടി നടുങ്ങി നിൽക്കുകയാണ് പാലം. അപ്പോൾ ശരിക്കും ഈ പാലം മുട്ടിക്കാൻ മന്ത്രി PA മുഹമ്മദ് റിയാസ് അടിയന്തരമായി ഇടപെടണം. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ നമുക്ക് കാത്തിരിക്കാം.